പ്രയത്നിച്ച് വിജയശ്രീലാളിതരായ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നമുക്ക് നമിക്കാം. ഇന്നിവിടെ നടക്കുന്ന സെമിനാറിലും പുരസ്കാര വിതരണത്തിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഐക്യശ്രീ പ്രോജക്റ്റ് നിലവിൽ വന്നു. നമ്മൾ അന്ന് യുവറാവ് കമ്മീഷൻ വിഭാവനം ചെയ്ത ഐക്യശ്രീ വിദ്യാഭ്യാസം കേരളത്തിൽ വ്യാപകമാക്കുന്ന വർഷമാണ് ഈ 2010. ഈ പ്രവർത്തനം തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ മെയ് 1-ാം തീയതി മുതൽ തുടങ്ങിയ പരിശീലനത്തിൽ നമ്മൾ ആരംഭിച്ചിരുന്നു. ഏകദേശം ഈ ചുരുങ്ങിയ കാലത്തിൽ തന്നെ 600ഓളം അധ്യാപകർക്ക് നമ്മൾ പ്രത്യേകം ഐക്യശ്രീ വിദ്യാഭ്യാസ പരിശീലനം നമ്മൾ നടത്തി കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ജില്ലാ തലത്തിലുള്ള ഒരു മാസ്റ്ററാണ് ഇന്ന് ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്യാൻ വർഗീസ് മാസ്റ്ററെ നേതൃത്വം സ്വാഗതം ചെയ്തു. നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് ഈ ക്യാമറയിൽ അവതരണങ്ങൾ നടത്തുന്നത്. ഇവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാസ്റ്റർ അബൂബക്കറും ഗിരീഷനും നമ്മളോട് സംസാരിക്കും. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അതിൻ്റെ തീവ്രമായ പരിശ്രമം പല വിധത്തിലും ഒക്കെ ശ്രമിച്ചിട്ട് കുട്ടികൾക്ക് കാണാനൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഒന്ന്. അത് കഴിഞ്ഞ് 2002 ആയപ്പോഴേക്ക് മിനിമം 5 കമ്പ്യൂട്ടറെങ്കിലും ഒരു സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞാണ് അത് ചെറിയ മുറിയിൽ മിനി കമ്പ്യൂട്ടറുകളായി മാറി. ഒരുപാട് കാലം 980 എത്തിയപ്പോൾ ആ കമ്പ്യൂട്ടറുകൾ ഡെസ്ക്ടോപ്പുകളായിട്ട് കാണാൻ കഴിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് മടിയിൽ കൊണ്ട് കിടക്കുന്ന ലാപ്ടോപ്പുകൾ ആ കാലത്ത് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നുകൂടി വിശേഷിച്ച് മൺകോപ്പുകളായി മാറിയിരിക്കുക. അങ്ങനെ കമ്പ്യൂട്ടർ വളർന്ന് ചെറുതായി വലിയ കമ്പ്യൂട്ടർ ചെറിയ കമ്പ്യൂട്ടറായി മാറി. പക്ഷേ ആ ചെറിയ കമ്പ്യൂട്ടർ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാവുന്ന സാംസ്കാരികമായ നൂതനമായ ഒരു സംവിധാനമാണ്. താരതമ്യം ചെയ്യാവുന്ന അധികം സ്ഥലങ്ങൾ ലോകത്തിലില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഇന്ന് നമ്മളത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ബഹുദൂരമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി നിയമം ബില്ല് അവതരിപ്പിച്ച് നടപ്പിലാക്കിയിരിക്കുക. ഏപ്രിൽ 1 ഈ 2010 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞ നിർബന്ധിതവും സാർവത്രികവും സൗജന്യവുമായ പ്രൈമറി വിദ്യാഭ്യാസം 10 കൊല്ലം 1/2 നൂറ്റാണ്ട് മുമ്പ് കേരളം കൈവരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത് ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സാർവത്രികമാകാനാണ്. ICT നേരിട്ട് പ്രത്യേക വിഷയങ്ങളുടെ അപ്പുറത്ത് എല്ലാ പാഠങ്ങളുടെയും എല്ലാ വിഷയങ്ങളുടെയും വികൃതിച്ച് നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ പാഠം കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ അന്വേഷണാത്മകമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരുടെ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുന്നതിനായാലും അവരുടെ അസൈൻമെന്റുകളായാലും സെമിനാറായാലും മറ്റ് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വിജ്ഞാനത്തിന്റെ ശേഖരം കൂടി കിട്ടിയാൽ മാത്രമേ പുതിയ കാലത്തിൽ അവർക്ക് ചെലവാക്കിയത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. അത് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഒരു 5 ദിവസത്തെ ക്ലാസ് കിട്ടി. ചിത്രകല അധ്യാപകർക്ക് ഒരു 5 ദിവസത്തെ ക്ലാസ് കിട്ടിയത് തന്നെ ഈ കുട്ടികളുടെ ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-4 അധ്യാപകർ മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഓരോ സ്കൂളിലും
ചിത്രകലാ അധ്യാപകർ വളരെ കുറവാണ്. എന്നാലും ഉള്ള സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ ഇതായിട്ട് യോജിച്ച് പ്രവർത്തിക്കാവുന്ന ആൾക്കാർ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനും കൂടി ഒരു അവസരം ഒരുങ്ങി. ഈ കുട്ടികളുടെ ക്ലാസ് കാരണം കൊണ്ടാണ് അത് ഉണ്ടായത്. കുട്ടികളെല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് ഈ സാധനം കൈകാര്യം ചെയ്യുന്നത്. അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ തൃശ്ശൂർ IT സ്കൂൾ സെന്ററിൽ ഇംഗ്ലീഷ് എടുക്കുന്ന SITC-മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തതാണ് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് നടന്നത്. വീണ്ടും ചില കൂടിയിരിപ്പുകൾക്കൊക്കെ ശേഷം നമ്മൾ എടുത്തു പറയാതെ വയ്യ ശ്രീ കേരള കോളേജിലെ ശ്രീ രവികൃഷ്ണ സാർ, അതുപോലെ പഠിപ്പിക്കലും പിന്നെ റിപ്പയറിങ്ങും സെയിലും ഒക്കെയായി ഒരു ചെറിയ ഷോപ്പാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അത് ഒക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഇപ്പോൾ എനിക്ക് വേണ്ടി നിൽക്കാൻ തന്നെ അതുകൊണ്ടാണ് അവസരം ലഭിച്ചത്. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എനിക്കിവിടെ നിൽക്കാൻ അവസരം തന്നുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി. ആദ്യ ദിവസങ്ങളിൽ ക്യാമറ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇപ്പോൾ ക്യാമറ കണ്ണിലൂടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നത്. അതിനുശേഷം ക്യാമറകൾ ഞങ്ങൾക്ക് തന്ന് പല ഗ്രൂപ്പുകളായി തിരിച്ച് ഞങ്ങൾ മോഡൽ ബോയ്സ് സ്കൂളിലെ വിവിധ ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി. ഞങ്ങളുടെ കൂട്ടത്തിലെ ചില മിടുമിടുക്കന്മാർ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം, പരിസ്ഥിതി മലിനീകരണം തുടങ്ങിയ പല വിഷയങ്ങളും ചിത്രീകരിക്കുകയുണ്ടായി. ഞങ്ങളിലെ തന്നെ ക്യാമറാമാൻമാരെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ ഞങ്ങൾ അവിടെ തിരിച്ചറിയുകയായിരുന്നു. ITI സ്കൂളിന്റെ തന്നെ ഹാർഡ്വെയർ പരിശീലനം വിജയകരമായി പരീക്ഷിച്ച അബൂബക്കറിനെ പോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചു. ഈ ക്യാമ്പിൽ പങ്കെടുത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതൊരു വഴിത്തിരിവായിരിക്കുമെന്ന് അബൂബക്കർ നമുക്കൊരു മാതൃകയായി കാട്ടിയിരുന്നു. എല്ലാ വിദ്യാലയങ്ങളും എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ ഉദ്യമം വിജയപ്രദമാക്കാൻ വേണ്ടി സഹകരിക്കണം. അതിനായിട്ടുള്ള ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സംരംഭം കൂടുതൽ മെച്ചപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശദാംശങ്ങളെല്ലാം ബ്ലോഗിൽ രേഖപ്പെടുത്തണം. എൻ്റെ സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലോഗ് നിർമ്മിതിയൊന്നും അവിടേക്ക് വളരെ പുതുമയുള്ള ഒരു കാര്യമാണ്. അധ്യക്ഷ പദവി അലങ്കരിച്ച തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ദേവി ഉഷാക്കിരൺ, പുരസ്കാര സമർപ്പണം നടത്തിയ ഡയറക്ടർ പ്രിൻസിപ്പൽ ശ്രീ TV